മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് മഴ പെയ്യുന്ന സമയം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ്. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്, മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, ആഖിബത്തിനെ നന്നാക്കി നല്ല മരണം നൽകട്ടെ. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉ അശിരിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ. 10 ആൾക്കാരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നാണ്. 10 മനുഷ്യന്മാരെ ദുആഉ അശിരിൻ, 10 ആളുകളുടെ ദുആ ലം യുറദ്ദ റബ്ബുന, നമ്മുടെ റബ്ബ് തട്ടിക്കളയൂല. വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ, അതിൽ ഒന്നാമത്തേത് ആലിമിന്റെ ദുആ തട്ടിക്കളയൂല എന്നാണ്. വരുന്ന 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി മദ്രസയിലെ മുഅല്ലിം ഡേ ആണ്. എല്ലാ വർഷവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഉസ്താദമാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും മദ്രസക്ക് വേണ്ടി മുൻകാലത്ത് ഖിദ്മത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെയുള്ള ദിവസമാണ് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ 60-ാം വാർഷികത്തിന് പോയി. അപ്പോ അവിടെ ഇതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസ ഒരു പഴയ മദ്രസ ഒക്കെ പൊളിച്ച് പുതിയതാക്കി 60 കൊല്ലമായി മദ്രസ തുടങ്ങിയിട്ട്. 60-ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ്. അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാര് കുട്ടികള് 60 കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു. അതാണ് 60-ാം വാർഷികത്തിന്റെ പോലെ പ്രധാന പരിപാടി. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയ കൊടുത്ത് 1 കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് ഫാത്തിഹ ഓതി ദ്വാർപ്പിച്ചു പോന്നു. മരിച്ച ആളുകളുടെ ഖബർ കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി. 60-ാം വാർഷികാഘോഷമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. നാളൊരിക്കൽ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ, നിങ്ങളെ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ച ഒരാളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള നമുക്കുള്ള അറിവേ. കണ്ണടച്ച ആള്, പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്ന ആള്, ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ്. 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാ പിന്നെ നമ്മളെ ഒന്നിനും പറ്റൂല. എന്താ കാരണം? പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്ന് എഴുതി തന്ന ഉസ്താദാണ് 1-ാം ക്ലാസ്സിലെ ഉസ്താദ്. ആ അലിഫിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റാം? അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും ആദരവ് നൽകേണ്ടതും അവർക്ക് തന്നെയാണ്. ഗുരുവിനെ ആദരിക്കാത്തവർക്ക് 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ അനാദരിച്ചാൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. 2, ഫൗത്തുർ റിസ്ഖ്, ഭക്ഷണം തടയപ്പെടും. 3, സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഈ 3 കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാകുമെന്നാണ്. സാന്ദർഭികമായിട്ട് വന്നതാണ്. മുഅല്ലിം ഡേ ആണ് 7-ാം തീയതി, അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.
ദുആക്ക് ഇജാബത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ ആലിമാണ്. രണ്ടാമത്തേത് മുതഅല്ലിമാകുന്നു. മൂന്നാമത്തേത് യാത്രക്കാരനാകുന്നു. നാലാമത്തേത് നോമ്പുകാരനാകുന്നു. അഞ്ചാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു. ആറാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു. മന നോക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇങ്ങനെ 10 പേർക്ക് പ്രത്യേകമായി ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരായി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ദുആന്റെ മര്യാദകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ്. ഒന്നാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. കൊല്ലത്തിലെ ഒരു വർഷത്തിലെ 4 രാത്രികൾ ദുആക്ക് ഇജാബത്തുണ്ട്. ഒന്ന് ശഅബാൻ 15ന്റെ രാത്രിയാണ്, മറ്റൊന്ന് റജബ് 1ന്റെ രാത്രിയാണ്, മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാകുന്നു. അഞ്ചാമത്തൊന്നുകൂടി ഉണ്ട്, വെള്ളിയാഴ്ച രാത്രിയാകുന്നു. 5 സന്ദർഭങ്ങളിലെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഒന്ന് ശഅബാൻ 15ന്റെ രാത്രി ബറാഅത്ത് രാവ്, 2 റജബ് 1ന്റെ രാത്രി, മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാവ്, 4 ചെറിയ പെരുന്നാളിന്റെ രാത്രി, 5 വലിയ പെരുന്നാളിന്റെ രാത്രി. ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവും ദുആക്ക് ഇജാബത്തുള്ള റജബ് 1ന്റെ രാവും ചേർന്ന് വന്ന ദിവസത്തിലെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഏത് മനുഷ്യന്റെയും ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ്. അല്ലാഹു തആല പരിപൂർണ ഈമാനോടുകൂടെയുള്ള മൗത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോ തോരുന്നത് മരിക്കുമ്പോ ഒരു കലിമയെല്ലാം കിട്ടാനാണ്, ഒറ്റ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ മരിച്ചപ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ഒരാളുണ്ട്. പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ്. ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവിടുത്തെ മുദരിസൻ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു. അതിന്റെ വാർഷികത്തിന് പോയി. ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിൽ നിന്ന് കുറേ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെ ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ ഉണ്ട്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിലൊരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്. യാദൽ ജലാലി വല്ലിക്റാമുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂമുണ്ട്, കുറച്ച് സലാത്തുണ്ട്. മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. സമയം നോക്കണം, സന്ദർഭം നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. ദുആന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അദബാണ് ദ്വാരക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നോക്കണം. ദുആ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദുആ ചെയ്യണം. പെരുന്നാൾ ദിവസം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ